ഹായ് ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു 2006 മോഡൽ ഒരു CD ഡീലക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്രൈറ്റിൻ്റെ ഇൻഡിക്കേഷൻ കത്തുന്നില്ല. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഹെഡ്ലൈറ്റ് ഓൺ ആക്കി, ബ്രൈറ്റ് ആക്കി. പക്ഷേ ഒന്നും കാണിക്കുന്നില്ല, ഇൻഡിക്കേഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ഈ വൈസർ കഴിക്കണം, പിന്നെ ഈ മീറ്ററിൻ്റെ കവർ കഴിച്ച് നമുക്ക് പുറത്തെടുത്തതിന് ശേഷം ബാക്കി നോക്കാം. ഇത് മീറ്റർ കഴിക്കാൻ വലിയ പാടൊന്നുമില്ല. ഇതിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് സ്ക്രൂ ഉണ്ട്. അത് അഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ ഒരു സ്ക്രൂ ഉണ്ട്. അത് അഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വൈസർ ഹെഡ്ലൈറ്റ് ഇങ്ങനെ ഇളവി വരുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ രണ്ട് ബോൾട്ട് ഉണ്ട്. അത് അഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മീറ്റർ സെപ്പറേറ്റ് ആകും. അപ്പോൾ നമ്മളിത് മൂന്നും ഇളക്കിയതിന് ശേഷം കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് റിമൂവ് ആക്കാൻ പാടുന്നില്ല. ഇത് മേലോട്ട് പൊക്കുക. ഇതിൻ്റെ ഒരു പാർക്ക് ലൈറ്റ് അഡീഷണൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്, അതുകൂടെ ഊരി വിട്ടു. ഹെഡ്ലൈറ്റ് സെപ്പറേറ്റ് ആയി. ഈ 3 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ ഈ മീറ്റർ നമുക്ക് ഊരിയെടുക്കാം. അതിന് മുമ്പായിട്ട് ഈ സ്പീഡോ മീറ്ററിൻ്റെ കേബിള് ഫസ്റ്റ് ഊരി വിടുക. ഈ 3 ബോൾട്ട് നമുക്ക് അയച്ചു. അപ്പോൾ നമ്മൾ മീറ്റർ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഗ്ലാസ് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഇത്രയും സ്ക്രൂ 1, 2, 3, 4 സ്ക്രൂ അഴിക്കുക. അഴിച്ചതിന് ശേഷം ഈ കവർ സെപ്പറേറ്റ് ആക്കുക. അപ്പോൾ നമുക്ക് അതിന് ശേഷം കാണാം. നമ്മൾ 4 സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് കവർ പയ്യെ ഊരിയെടുക്കുകയാണ്. മാറ്റി വെച്ചു. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ബ്രൈറ്റിൻ്റെ ലൈറ്റ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്താണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ബൾബ് മാറ്റിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈറ്റിൻ്റെ ഇൻഡിക്കേഷൻ കത്തുന്ന ബൾബ്. ഇത് ന്യൂട്രലിൻ്റെ ബൾബാണ്. ഇത് ഇൻഡിക്കേറ്ററിൻ്റെ ബൾബാണ്. നമ്മൾ ഈ 2 ബൾബ് കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ തിരിച്ച് തന്നെ ഇടുക. ഞങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ്. അപ്പം ഇത് പോയ ബൾബാണ്. ഇത് നമ്മൾ മാറ്റിയിട്ട് നമ്മളെ സ്പെയർ ഒരെണ്ണം ഉണ്ട്, അത് നമ്മളെടുത്ത് റീപ്ലേസ് ചെയ്യുകയാണ്. ഇട്ടു. നമ്മൾ പ്രോപ്പറായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ടു. ഇപ്പോൾ നമുക്കിനി വണ്ടി വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇറക്കി വെച്ചേക്കാണ്, കാര്യം മീറ്റർ നിലത്ത് വീഴാതിരിക്കാൻ വെച്ചിട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കപ്ലർ ടു കപ്ലറാണ്, വേറെ നോക്കാനും പേടിക്കാനൊന്നുമില്ല. ഫസ്റ്റ് പിന്നെ നമ്മൾ കപ്ലർ ചെയ്തു. ബാക്കി വരുന്ന ഈ 3 വയറും അതായത് സെയിം നമ്മൾ ഈ കളർ കോഡ് വെച്ചൊന്ന് ചെയ്താൽ മതി. നമ്മൾ ബ്ലാക്ക് കണക്ട് ചെയ്തു, ഗ്രീൻ കണക്ട് ചെയ്തു, യെല്ലോ വൈറ്റ് നമ്മൾ കണക്ട് ചെയ്തു. ാണ് ന്യൂട്രൽ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് നമ്മൾ ഓണാക്കി.
ലൈറ്റ് ഇട്ടു. കത്തിയിട്ടുണ്ട്. ഓഫായി. ഓണായി. നമുക്ക് മീറ്റർ പഴയ കണക്ക് തന്നെ സെറ്റ് ചെയ്ത് വണ്ടി പിടിപ്പിക്കാം. നമ്മൾ ഈ മീറ്റർ തിരിച്ച് ഇതിൻ്റെ കവറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാണ്. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഫസ്റ്റ് ബാക്കിലത്തെ കവർ നമ്മൾ കറക്റ്റായിട്ട് ഇടുക. ഇട്ട് മുറുക്കുക. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആയതിനു ശേഷം വിട്ടേക്കുക. ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ നിൽക്കരുത്, പൊട്ടിപ്പോവും. ഫ്രണ്ട് കവർ ഇടുക. ശേഷം തിരിച്ച് വെക്കുക. ബാക്കിലത്തെ 2 സ്ക്രൂ ഇടുക. നമുക്ക് വണ്ടിയിൽ മീറ്റർ സെറ്റ് ചെയ്തതിനു ശേഷം ബാക്കി കാണാം. മീറ്റർ നമ്മൾ ഇനി തിരിച്ച് റീസെറ്റ് ചെയ്യാൻ പോകണം. ഫസ്റ്റ് ഈ ലോക്ക് സെറ്റിനോട് കാണുന്ന ചെറിയ സൈഡിൽ കൂടെ വയറിങ് കയറ്റി വിട്ട് മേലത്തെ ആ കീ സെറ്റിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ശേഷം നമുക്ക് സ്പീഡോമീറ്ററിന് താഴെയുള്ള ആ 3 നട്ട് ലോക്ക് ചെയ്തതിന് ശേഷം ഊരിവിട്ട സ്പീഡോമീറ്റർ കേബിളും എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം ബാക്കി കാണാം.
അപ്പോൾ നമുക്കിനി രണ്ട് വൈസർ ഹെഡ്ലൈറ്റും കൂടെ പിടിപ്പിച്ച ശേഷം ബാക്കി കാണാം. നമ്മൾ അതിൻ്റെ ഹെഡ്ലൈറ്റും വൈസറും എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദയവായി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.